പാലക്കാട്ടെ വലിയ പരാജയം വിശദമായി പരിശോധിക്കാൻ സിപിഎം. സംഘടനാ സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടും വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാനാകാത്തതിലും ആശങ്കയുണ്ട്. വരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. എന്നാൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് തെളിഞ്ഞതായാണ് നേതാക്കളുടെ പക്ഷം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പെട്ടിക്കഥയും പരസ്യവിവാദവും തുടങ്ങി പലതും തിരിച്ചടിയായെന്നാണ് സിപിഎം വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട്ടെ പ്രചാരണവും തന്ത്രങ്ങളും പരിശോധിക്കാനൊരുങ്ങുകയാണ് സിപിഎം. പ്രചാരണം നയിച്ച എം.പി. രാജേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിമർശനവും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. സിപിഎമ്മിൽ ദൂരവ്യാപക ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നതാണ് പാലക്കാട്ടെ തോൽവി. സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നയസമീപനങ്ങൾ വരെ ഇഴകേറി പരിശോധനയ്ക്ക് വിധേയമാക്കും. മൂന്നാം സ്ഥാനത്ത് നിന്ന് നില മെച്ചപ്പെടുത്തലിനപ്പുറം ഒരു പ്രതീക്ഷ സിപിഎമ്മിന് പ്രത്യക്ഷത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് പറയാം. വീണുകിട്ടിയ സരിനെ വിദ്യയാക്കിയതിൽ തുടങ്ങി ആദ്യാവസാനം സസ്പെൻസ് ത്രില്ലറായിരുന്നു തിരഞ്ഞെടുപ്പ് കളം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ വോട്ട് കൂടിയെന്നതാണ് ഏക പിടിവള്ളി. എന്നാൽ ഇതിനായിരുന്നോ പി സരിനെ ഇറക്കിയത് എന്ന മറുചോദ്യവും ഉയരുന്നുണ്ട്. പെട്ടിവിവാദം മുതൽ പരസ്യവിവാദം വരെ തൊട്ടതിലെല്ലാം പാലക്കാട്ട് കൈപ്പൊള്ളിയെന്ന വിമർശനം അവലോകനത്തിന് മുൻപേ സജീവമാണ്. ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന UDF-നെ മുഖ്യശത്രുവാക്കിയപ്പോൾ BJP-യോട് പലപ്പോഴും സ്വീകരിച്ചത് മൃദു സമീപനമായി പോയി എന്ന വിമർശനം ബാക്കിയാണ്. BJP-യോടിടഞ്ഞ സന്ദീപ് വാര്യർ ഇടത്തോട്ട് വരുമെന്നുറപ്പിച്ചിട്ടും കോൺഗ്രസ് റാഞ്ചിയതാണ് മറ്റൊരു വീഴ്ച. ക്ലീൻ സർട്ടിഫിക്കറ്റ് ആദ്യം നൽകിയ CPM നേതാക്കൾ പിന്നീട് സന്ദീപിനെ വർഗീയവാദിയാക്കിയുള്ള പ്രചരണവും കോൺഗ്രസ് നന്നായി ഉപയോഗിച്ചു. സന്ദീപിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വൈകിപ്പോയി എന്നാണ് വിമർശനം. പ്രചാരണത്തിന്റെ ക്ലൈമാക്സിൽ പത്രപരസ്യം തന്ത്രപരമായ മറ്റൊരു വീഴ്ചയായി. ഭൂരിപക്ഷ വിഭാഗത്തെയോ അതോ ന്യൂനപക്ഷങ്ങളെയോ ആരെ ഒപ്പം നിർത്തണമെന്നതിൽ വ്യക്തതയില്ലാത്ത വിധം പാളുന്നതായി പാലക്കാട്ടെ CPM അടവ് നയങ്ങൾ. വർഗീയ ശക്തികൾ കോൺഗ്രസിന് നൽകിയ വിജയമെന്ന് പുറത്തു പറയുമ്പോഴും പാർട്ടി പരാജയം വിശദമായി പരിശോധിക്കും. UTV ന്യൂസ്, പാലക്കാട്.